ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫെബിൻസ് മോട്ടോളം. സോ ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത് റോയൽ എൻഫീൽഡിൻ്റെ ഏറ്റവും പുതിയ സ്റ്റാൻഡേർഡ് 3. ആദ്യം നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ സൈഡിലോട്ട് പോകാം. എഞ്ചിൻ സൈഡിലോട്ട് പോകുമ്പോഴത്തേക്ക് 346 cc സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് എഞ്ചിനാണ് ഇതിൽ വരുന്നത്. 19.36 PS പവറും 28 Nm ടോർക്കും ആണ് വരുന്നത്. പിന്നെ ഇതിൽ ഇഞ്ചക്ഷൻ സിസ്റ്റം, അതായത് ഇതിലിപ്പം ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റമാണ് വരുന്നത്, കാർബൺ ടൈപ്പ് ഒന്നുമല്ല. പിന്നെ നമുക്ക് വണ്ടിയുടെ ലെന്ത് വൈസ് വരുമ്പോഴത്തേക്ക് വണ്ടിയുടെ ഫ്രണ്ട് തൊട്ട് ബാക്ക് വരെ ലെന്ത് വരുമ്പോഴത്തേക്ക് 2170 mm ലെന്ത് വരും. പിന്നെ വണ്ടിയുടെ വിഡ്ത്ത് വരുമ്പോഴത്തേക്ക്, അതായത് ഈ ഒരു വിഡ്ത്ത് വരുമ്പോഴത്തേക്ക് 810 mm വിഡ്ത്ത് വരും. പിന്നെ വണ്ടിയുടെ ഹൈറ്റ് വരുമ്പോഴത്തേക്ക്, അതായത് ലോവർ തൊട്ട് അപ്പർ വരെ ഹൈറ്റ് വരുമ്പോഴത്തേക്ക് 1120 mm ഹൈറ്റ് വരും. പിന്നെ വണ്ടിയുടെ വീൽ ബേസ് വരുമ്പോഴത്തേക്ക്, അതായത് ഫ്രണ്ട് വീൽ ടു ബാക്ക് വീൽ വരെ വീൽ ബേസ് വരുമ്പോഴത്തേക്ക് 1395 mm വീൽ ബേസും വരും. പിന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുമ്പോഴത്തേക്ക് ഇച്ചിരി കുറവാണ്, 135 mm ആണ്. കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം ഓഫ് റോഡൊക്കെ കയറിപ്പോൾ ഒരു കുഴപ്പമില്ല നമുക്ക്. അതേസമയം നമ്മൾ ഫെയറിംഗ് ഉള്ള വണ്ടികളൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് ഹമ്പൊക്കെ ചാടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഹമ്പ് ഇച്ചിരി വലുതാണ്, പക്ഷേ അതേസമയം ബുള്ളറ്റിന് അതൊരു പ്രശ്നമല്ല. നമുക്ക് ഓഫ് റോഡൊക്കെ കയറിപ്പോൾ ഒരു കുഴപ്പമില്ല. അത്രയും കുറവല്ല, ഞാൻ നേരത്തെ പറഞ്ഞ് തെറ്റിപ്പോയി, ക്ഷമിക്കണം. ഗ്രൗണ്ട് ക്ലിയറൻസ് അത്രയും കുറവല്ല, നമുക്ക് അത്യാവശ്യം നല്ലപോലെ ഓഫ് റോഡെല്ലാം പോകാം. എന്നാലും ഹിമാലയത്തിൻ്റെ അല്ലെങ്കിൽ എക്സ്പൾസിൻ്റെ അതേപോലെ നമുക്ക് അങ്ങനെ കയറാൻ പറ്റത്തില്ല. പിന്നെ അടുത്തതായിട്ട് വണ്ടിയുടെ വെയിറ്റ് വരുമ്പോഴത്തേക്ക് 191 കിലോഗ്രാം വരും. വണ്ടിയുടെ ഓവറോൾ വെയിറ്റ് വരുമ്പോഴത്തേക്ക് കുഴപ്പമില്ല, നമുക്ക് മാനേജ് ചെയ്യാം. പക്ഷേ വണ്ടി ഒന്ന് ചരിഞ്ഞു കഴിഞ്ഞാൽ ബുള്ളറ്റാണ് ഇച്ചിരി പാടാണ്. കാരണം ഫുൾ മെറ്റലാണ്, A to Z, അതായത് ഫ്രണ്ട് ടു ബാക്ക് വരെ ഫുൾ മെറ്റൽ, നോ പ്ലാസ്റ്റിക്. പിന്നെ നമ്മുടെ ടാങ്ക് കപ്പാസിറ്റി വരുമ്പോഴത്തേക്ക് 13.5 ലിറ്റർ വരും. പിന്നെ റിസർവ് വരുമ്പോഴത്തേക്ക് 2.5 ലിറ്റർ വരും. പിന്നെ വണ്ടി ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ലുക്ക് തുടങ്ങാം. ഒരു പണ്ടത്തെ പോലെ തന്നെ നമുക്ക് ഒരു മാറ്റം വരുത്തിയിട്ടില്ല, ഹാലജൻ ബൾബ് തന്നെയാണ്. പണ്ടത്തെ ആ ലുക്ക് തന്നെ കീപ്പ് വൈസ് ചെയ്ത്. പക്ഷേ എനിക്ക് പേഴ്സണലി ഇപ്പോൾ നല്ലപോലെ ഇഷ്ടപ്പെട്ട വെച്ചാൽ ഫുൾ ബ്ലാക്ക് ആയി കഴിഞ്ഞാൽ, അതായത് നമ്മുടെ എൻജിൻ്റെ ഭാഗം പിന്നെ മൊത്തത്തിൽ ഫുൾ ബ്ലാക്ക്, സൈലൻസർ ഒഴിച്ച് ബാക്കിയെല്ലാം ബ്ലാക്ക് ആക്കി. പക്ഷേ സൈലൻസറും കൂടി ബ്ലാക്ക് ആയിരുന്നെങ്കിൽ കുഴപ്പമില്ല, കുറച്ചും കൂടി കാണാൻ ഭംഗിയുണ്ടായിരുന്നു, കുഴപ്പമില്ല. ഇത് സൈലൻസർ മാത്രം ക്രോമാണ്. പക്ഷേ നേരത്തെ കേസിൽ വരുമ്പോൾ എൻജിൻ ഭാഗം ക്രോം ആയതുകൊണ്ട് അത്യാവശ്യം കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് കളറൊക്കെ ഫെയ്ഡായി, ഒരു വേറെ ഫെയ്ഡായ ഒരു കളറായതിന്. പക്ഷേ ബ്ലാക്ക് ആയതുകൊണ്ട് കാണാൻ ഒരു വൃത്തിയുണ്ട്. പിന്നെ നമുക്ക് ഫ്രണ്ടും ബാക്ക് വീലും നമുക്ക് സ്പോക്സ് വീലായിരിക്കും വരുന്നത്, അലോയ് വീലല്ല. പിന്നെ ട്യൂബ് ടയറാണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് ഇൻഡിക്കേറ്റർ ഒരു ഓറഞ്ച് കളറാണ് കൊടുത്തേക്കുന്നത്. നേരത്തെ ഒരു വൈറ്റ് കളറായിരുന്നു, ഇപ്പോൾ അത് ഓറഞ്ച് കളറായി. പിന്നെ നമുക്ക് ഇതിൽ വരുന്നത് ഹാലജൻ ഹെഡ്ലൈറ്റാണ്. പിന്നെ ഇത് എക്സ്ട്രാ വെച്ചതാണ് ഈ ഒരു സാധനം. പിന്നെ അല്ലാതെ പിന്നെ ഫ്രണ്ട് മഡ്ഗാർഡൊക്കെ ഫുൾ സ്റ്റീലാണ്. അതായത് നമ്മളെ പണ്ടത്തെ ഒരു SC ലോറിയൊക്കെ പറയത്തില്ല ടാറ്റയുടെ, ആ ഒരു കേസാണ് നമ്മുടെ ബൈക്കിൻ്റെ കേസ് വരുമ്പം. ഇത്രയും സ്ട്രോങ് ആയിട്ട് വേറൊരു മെഷീൻ ഞാൻ കണ്ടിട്ടില്ല. അതായത് എന്തിനെ റെസിസ്റ്റ് ചെയ്യും, അതാണ് ബുള്ളറ്റ്. പിന്നെ നമുക്ക് അതിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിലോട്ട് പോകുമ്പോഴത്തേക്ക് പണ്ടത്തെ തന്നെ എല്ലാം കീപ്പ് ചെയ്ത് പോയേക്കുവാണ്. അതായത് ഒരു അനലോഗിൻ്റെ സ്പീഡോമീറ്റർ, പിന്നെ കിലോമീറ്റർ ഉണ്ട്. പിന്നെ അല്ലാതെ നമുക്ക് ഡിജിറ്റലി ആയിട്ട് ഒന്നും വന്നിട്ടില്ല. പിന്നെ ഇവിടെ ഒരു ന്യൂട്രലിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, വെയിലായതുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടോ അറിഞ്ഞൂടാ. ഇവിടെ ന്യൂട്രലിൻ്റെ ഇൻഡിക്കേറ്റർ വരും. പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്കൊരു ഇൻഡിക്കേറ്റർ വരും. ഇൻഡിക്കേറ്ററിൻ്റെ ഇൻഡിക്കേഷൻ ഇവിടെയാണ്. പിന്നെ ഇവിടെ ABSൻ്റെ ഉണ്ട്. പിന്നെ ഇവിടെ ലോ ഫ്യൂവൽ വാർണിങ്. പിന്നെ നമുക്ക് പിന്നെ ഇവിടെ ഓയിലിൻ്റെ, അതായത് എൻജിൻ ഓൺ ആവുന്നതിൻ്റെ അതിൻ്റെ ഒരു സിഗ്നൽ, അതേ ഉള്ളൂ. നമുക്ക് ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ ഇത്രേ വരത്തുള്ളൂ. പിന്നെ നമുക്ക് സ്വിച്ചസിൻ്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്ക് ഇത് എൻജിൻ കിൽ സ്വിച്ച്, ഫ്യൂവൽ ഇഞ്ചക്ഷൻ വണ്ടിയാണ്, അതിൻ്റെ ഫ്യൂവൽ പമ്പാണ് ഇപ്പോൾ വർക്കായത്. പിന്നെ ഹെഡ്ലൈറ്റിന് സ്വിച്ച് ഇല്ല, ഹെഡ്ലൈറ്റിന് സ്വിച്ച് BS4 മുതലെടുത്ത് മാറ്റിയേക്കാണ്. പിന്നെ ഒരു സെൽഫ് സ്റ്റാർട്ട് ഉണ്ട്. പിന്നെ അതായത് സെൽഫ് സ്റ്റാർട്ടാണ് ഇതിലിപ്പം ഏറ്റവും മുഖ്യം. അതായത് ഏറ്റവും മെയിനായിട്ട് പറയേണ്ടത് വെച്ചാൽ സെൽഫ് സ്റ്റാർട്ട് തന്നെയാണ്. ഇത്രയും നാളും വണ്ടിക്ക് സെൽഫ് സ്റ്റാർട്ട് വന്നിട്ടില്ല.
BS6 ES എഡിഷൻ ആയപ്പോൾ, ഇത് ES എഡിഷനാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത്. ES എഡിഷൻ വന്നപ്പോഴത്തേക്ക് നമുക്ക് സെൽഫ് സ്റ്റാർട്ട് വന്നു. പിന്നെ വേറെ ഡിഫറൻസ് ഒന്നുമില്ല. പിന്നെ ഫുൾ ബ്ലാക്ക് ആക്കി വണ്ടി. പിന്നെ ഇത് ഹൈ ബീം ലോ ബീമിൻ്റെ സ്വിച്ച്. ഇത് ഇവിടെ യെല്ലോ കളർ നിങ്ങൾ കാണുന്നുണ്ടോ, ഒരു പാസിൻ്റെ, ഇത് പാസിൻ്റെ സ്വിച്ച്. പിന്നെ ഇത് ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച്. പിന്നെ നോർമലായിട്ടൊരു ഹോണാണ് കൊടുത്തേക്കുന്നത്. പിന്നെ അടുത്ത് വരുമ്പോഴത്തേക്ക് പിന്നെ ഇതിൻ്റെ മെയിനായിട്ട് പറയേണ്ടത് ഇതിൻ്റെ ബാഡ്ജിങ് മാറ്റിക്കളഞ്ഞു. അതായത് പണ്ട് സ്റ്റാൻഡേർഡിൻ്റെ ആകുമ്പോഴത്തേക്ക് ഇവിടുന്ന് ഒരു വലിയൊരു സെക്ഷൻ ആയിരിക്കും വരുന്നത്. പക്ഷേ അതേസമയം ഇപ്പോൾ റോയൽ എൻഫീൽഡ് മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷേ ഇത് ദൂരെ നിന്നാലും നമുക്ക് അടുത്ത് നിന്നാലും കാണാൻ നല്ലൊരു രസമുണ്ട്, ഒരു ക്യൂട്ട്നെസ് ഉണ്ട്. പിന്നെ വണ്ടിയിൽ പിന്നെ ഇവിടെ എക്സ്ട്രാ ആയിട്ട് ഇങ്ങനെ വയറിങ് കാര്യങ്ങളെല്ലാം ഇങ്ങനെ പുറത്തിങ്ങനെ വന്നിട്ടുണ്ട്. സെൻസറിൻ്റെ ആയിരിക്കും BS6 വന്നപ്പോഴത്തേക്ക്, എന്തോന്ന് അറിഞ്ഞുകൂടാ. ഇങ്ങനെ പുറത്തിങ്ങനെ കിടക്കുക. പക്ഷേ ഇതൊന്നും ഒതുങ്ങിയിട്ടില്ല അകത്തോട്ട്. പിന്നെ വണ്ടി ഓവറോൾ ലുക്ക് നൈസാണ്. പിന്നെ ഫ്രണ്ടും ബാക്കും നമുക്ക് ഡ്യുവൽ ചാനൽ ABS ആണ് വരുന്നത്. പക്ഷേ ഫ്രണ്ട് ബ്രേക്ക് മാത്രമേ ഉള്ളൂ നമുക്ക് ഡിസ്ക് ബ്രേക്ക് വരുന്നത്. ബാക്ക് വരുമ്പോഴത്തേക്ക് ഡ്രം ബ്രേക്ക് ആയിരിക്കും വരുന്നത്. ബാക്കിൽ സെൻസർ വരുന്നുണ്ട് ബ്രേക്കിങ്ങിൻ്റെ. പിന്നെ 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്, ചെയിൻ ഡ്രൈവ് ആണ് ഇതിൽ വരുന്നത്. പിന്നെ ബാക്ക് ടെയിൽ സെക്ഷനിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് വേറെ മാറ്റങ്ങളൊന്നുമില്ല, കാര്യമായിട്ട് മാറ്റമൊന്നുമില്ല. നമുക്ക് ആകെപ്പാട് ഇൻഡിക്കേറ്ററിൻ്റെ ഭാഗം മാത്രമേ ഉള്ളൂ മാറ്റമുള്ളത്. അതായത് ഇവിടെ ഒരു വെള്ള ഗ്ലാസ്സാണ്, അത് വൈറ്റ് കളർ ഗ്ലാസ്സാണ് നേരത്തെ കൊടുത്തിരുന്നത്. ഇപ്പോൾ അത് ഒരു ഓറഞ്ച് കളറിലേക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ വേറെ ബാക്കിൽ വേറെ മാറ്റമൊന്നുമില്ല. എക്സോ സൗണ്ട് വേറെയാണ്. കുറച്ചും കൂടി രസമുണ്ട്. ഒരു റിഫൈൻമെൻറ്റ് ആയപ്പോഴത്തേക്ക് കുറച്ചും കൂടി കേൾക്കാനൊരു ഒരു നല്ലൊരു എന്താ പറയുക, ഒരു ക്യൂട്ട്നെസ്സും ഉണ്ട്, നമുക്കൊരു കേൾക്കാനും ഒരു രസമുണ്ട്. പിന്നെ ബാക്കി സൈഡ് പ്രൊഫൈൽ എല്ലാം സെയിം ആണ്, പണ്ടത്തെ എഞ്ചിൻ തന്നെയാണ്. കുറച്ചും കൂടി റിഫൈൻമെൻറ്റ് ആയതുകൊണ്ട്, പിന്നെ റിഫൈൻമെൻറ്റ് ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം വൈബ്രേഷൻ എല്ലാം കുറവുണ്ട്. അത്യാവശ്യം നമുക്കൊരു 60 റേഞ്ച്, അതായത് 60-70 നമുക്ക് ക്രൂസ് ചെയ്ത് പോകാൻ പറ്റും. 80 പോയാലും നമുക്ക് വൈബ്രേഷൻ ഇല്ല. വൈബ്രേഷൻ നല്ലപോലെ ഇപ്പോൾ മാറ്റമുണ്ട്. പിന്നെ അല്ലാതെ വണ്ടിയുടെ മൈലേജ് വരുമ്പോഴത്തേക്ക് നമുക്കൊരു 40-45+, 40+ നോക്കിയാൽ മതി. പിന്നെ ഹൈവേയിലൊക്കെ ആകുമ്പോഴത്തേക്ക് 45 കിട്ടുന്നവരുണ്ട്. അത് നമ്മൾ ഓരോരുത്തരും ഓടിക്കുന്നതിന്. സോ ഗൈസ്, അടുത്ത് നമുക്ക് ഇതിൻ്റെ റൈഡിങ് പൊസിഷൻ നോക്കാം. റൈഡിങ് പൊസിഷൻ വരുമ്പോഴത്തേക്കും നമുക്കിപ്പം അപ്രൈറ്റ് പൊസിഷനാണ് വരുന്നത്. റൈഡിങ് പൊസിഷൻ മെയിൻലി 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് അപ്രൈറ്റും പിന്നെ ഒന്ന് അഗ്രസീവും. നമുക്ക് ബുള്ളറ്റിൽ ഇപ്പോൾ വരുന്നത് അപ്രൈറ്റ് പൊസിഷനാണ്. അതുകൊണ്ട് ഷോൾഡർ പെയിനോ അല്ലെങ്കിൽ നമുക്ക് ബാക്ക് പെയിനോ ഒന്നും വരത്തില്ല. നമുക്ക് അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് നമുക്ക് കവർ ചെയ്ത് പോകാൻ പറ്റും. നമുക്കിപ്പോൾ ഈ ബുള്ളറ്റിൽ വേണമെങ്കിൽ നമുക്കിപ്പം ഓൾ ഇന്ത്യ ട്രിപ്പും നമുക്ക് അടിക്കാം, ഒരു കുഴപ്പമില്ല. അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് നമുക്ക് നല്ലപോലെ കവർ ചെയ്യാൻ പറ്റും. യാത്ര സുഖത്തിന് നോ കോംപ്രമൈസ് ആണ് ബുള്ളറ്റ്. ഇപ്പോഴും നല്ല പണ്ട് മുതലേ അങ്ങനെ. പിന്നെ ഇപ്പം BS6 ആയപ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം നല്ല വൈബ്രേഷൻ കൂടി മാറ്റി തന്നപ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് നമുക്ക് കവർ ചെയ്ത് പോകാൻ പറ്റും. അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേൾക്കാം. ഈ ഫ്യൂൽ ഇഞ്ചക്ഷൻ്റെ പമ്പ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി സെൽഫ് സ്റ്റാർട്ട് അടിക്കാം, ഇല്ലെങ്കിൽ പമ്പിന് കേടാവും. അതായത് BS6 റിഫൈൻമെൻ്റ് ആയിട്ടും വണ്ടിക്ക് ഇപ്പോഴും നാണ്ട് ഐഡിൽ നിൽക്കുക, എന്നിട്ടും നല്ല ബാസ് എഫക്റ്റാണ്. നല്ല ബാസുണ്ട് വണ്ടിക്ക്. അടുത്തായിട്ട് നമുക്ക് റൈഡ് ചെയ്തുകൊണ്ട് സംസാരിക്കാം. അതായത് എല്ലാ വണ്ടിയുടെയും സെയിം ഗിയർ സിസ്റ്റം വരുന്നത്. ഫസ്റ്റ് താഴോട്ടും ബാക്കി സെക്കൻഡ്, ഫോർത്ത്, തേർഡ് എല്ലാം മേലോട്ടും പോയി. പിന്നെ അല്ലാതെ നമുക്ക് ഇതിൻ്റെ പോരായ്മ എന്ന് വെച്ചാൽ നമുക്ക് ഇതിന് വൈബ്രേഷൻ ഉണ്ട്. പിന്നെ അല്ലാതെ വരുമ്പോഴത്തേക്ക് അത് പിന്നെ വണ്ടിക്കല്ലാതെ പോരായ്മ വരുമ്പോഴത്തേക്ക് നമുക്ക് ഹീറ്റിംഗ് ഉണ്ട്. ഹീറ്റിംഗ് നല്ല രീതിയിലുണ്ട്. ഹീറ്റിംഗ് വരുമ്പോഴത്തേക്ക് എയർ കൂൾഡാണ്, അതുകൊണ്ടാണ് റേഡിയേറ്റർ ഇല്ലാത്തതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഹീറ്റിംഗ് ഉണ്ട്. പിന്നെ വേറെ വണ്ടിക്ക് പോരായ്മ വെച്ചാൽ ഒന്നാമത്തെ കാര്യം ഫ്യൂവൽ ഇൻഡിക്കേഷൻ ഇല്ല. ഫ്യൂവൽ ഇൻഡിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇച്ചിരി പാടാണ് ഒന്ന് മാനേജ് ചെയ്ത് കൊണ്ടു നടക്കാൻ. അതായത് ഫ്യൂവൽ റിസർവ് ആകുമ്പോഴത്തേക്കാണ് ലൈറ്റ് കിട്ടുന്നത്. നമുക്ക് ഇവിടുന്ന് വണ്ടി ഒന്ന് തിരിക്കാം.
ഇൻഡിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് റിസർവ് ഒക്കെ ആകുമ്പോഴത്തേക്കാണ് സമയം. ഒരു 5-ാമത്തെ ഗിയറിലാണ് 40-50 നമുക്ക് റിസർവ് പോകാൻ പറ്റും. വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇവിടെ വെച്ച് നമുക്ക് അധികം പോകാൻ പറ്റില്ല. കോളേജിൻ്റെ ക്യാമ്പസാണ്. വണ്ടി തിരിക്കാം. ഇൻഡിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത്യാവശ്യം പാടുണ്ട് കൊണ്ട് അടക്കാൻ. ഓണറിങ് കുഴപ്പമില്ല. നമുക്ക് അത്യാവശ്യം നല്ലപോലെ പോകാൻ പറ്റും. കുഴപ്പമില്ലാതെ നമുക്ക് ആ ടൂറിനൊക്കെ ഒരു കുഴപ്പമില്ല. റൈഡിങ് ഒക്കെ പക്ക നല്ല രസമാണ് വണ്ടി റൈഡിങ് ചെയ്യാൻ. സോ ഗൈസ്, വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.